ലൈഫ് മിഷൻ ഫ്ളാറ്റ് കെട്ടിടത്തിനു നേരെ സാമൂഹ്യവിരുദ്ധരുടെ ആക്രമണം. ആശുപത്രി കെട്ടിടത്തിലെ ലക്ഷങ്ങൾ വില വരുന്ന ഭീമൻ ഗ്ലാസ് ഭിത്തികൾ അടിച്ചു തകർത്ത നിലയിൽ കണ്ടെത്തി. ഗ്ലാസുകൾ ഉറപ്പിച്ചിരുന്ന മെറ്റൽ ചാനലുകൾ മോഷ്ടിച്ചു കടത്തിയതായി സംശയമുള്ളതായി നാട്ടുകാർ ആരോപിച്ചു. നിരവധി നിർധന കുടുംബങ്ങൾക്ക് ആശ്രയമാകേണ്ടിയിരുന്ന ചരൽപ്പറമ്പിലെ ലൈഫ് മിഷൻ ഫ്ളാറ്റ് കെട്ടിടങ്ങളുടെ നിർമ്മാണം വിവാദങ്ങളിലകപ്പെട്ട് പാതിവഴിയിൽ നിലച്ചിരുന്നു. ഫ്ളാറ്റ് കെട്ടിടങ്ങളിലെ ആശുപത്രി കെട്ടിടത്തിന്റെ ഒരു വശത്തെ കെട്ടിടത്തോളം വലിപ്പമുള്ള ഭീമൻ ഗ്ലാസ് ഭിത്തികളാണ് തകർത്ത നിലയിൽ കണ്ടെത്തിയത്. അതിക്രമം കാണിച്ചവരെ പൊതുസമൂഹത്തിനു മുന്നിൽ തുറന്നുകാട്ടി മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. മുൻപും ഫ്ളാറ്റ് കെട്ടിടങ്ങൾക്കു നേരെ സാമൂഹ്യവിരുദ്ധരുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. മുൻവർഷങ്ങളിൽ ഹോളോ ബ്രിക്സ് കെട്ടിയ ചുമരുകൾ ഇടിച്ചു തകർത്തതായി കണ്ടെത്തിയിരുന്നു. കേരള സർക്കാരിൻ്റെ പ്രളയ ദുരിതബാധിതർക്കായി നിർമ്മിക്കുന്ന ലൈഫ് മിഷൻ ഫ്ലാറ്റ് എന്ന് അവർ വിളിക്കുന്ന ആ പ്രദേശത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ എൻ്റെ തൊട്ട് പുറകിലുള്ളത് അതിൻ്റെ ഭാഗമായുള്ള ഒരു ആശുപത്രി കെട്ടിടമാണ്. ആ ആശുപത്രി കെട്ടിടത്തിൻ്റെ ചുറ്റും ടെമ്പേർഡ് ഗ്ലാസ് വെച്ച് ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ടെമ്പേർഡ് ഗ്ലാസ് വെച്ച് അതിൻ്റെ ജനലുകളും ഇതൊക്കെ മറച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ നോക്കുമ്പോൾ ആ ഗ്ലാസ്സുകളൊക്കെ അടിച്ചു പൊട്ടിച്ചിരിക്കുകയാണ്. ടെമ്പേർഡ് ഗ്ലാസ് അടിച്ചു പൊട്ടിക്കാൻ തന്നെ വലിയ പ്രയാസമാണ്. ആ ഗ്ലാസ്സുകളൊക്കെ തന്നെ അടിച്ചു പൊട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ അലുമിനിയം പാനൽ തൊട്ട് എല്ലാ സാധനവും ഇവിടുന്ന് കടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് സാമൂഹ്യ വിരുദ്ധരാണോ ഇനി അധികൃതർ അറിഞ്ഞിട്ടാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് സംശയമുണ്ട്. ഇതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഇപ്പോൾ ഇവിടെ പണിത് പാതി വഴിയിൽ നിൽക്കുന്ന എല്ലാ കെട്ടിടങ്ങളുടെയും സ്ഥിതി. എല്ലാം അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ സാമൂഹ്യ വിരുദ്ധർ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്.